2019 പോർച്ചുഗലിലെ പോർട്ടോയിൽ വെച്ച് നടന്ന യുവേഫ നേഷൻസ് ലീഗ് ഫൈനലിൽ കരുത്തരായ നെതർലൻഡ്സിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് വീഴ്ത്തി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ജേതാക്കളായിരുന്നു. 60-ാം മിനിറ്റിൽ ഗോൺസാലോ ഗെഡസിന്റെ ഷോട്ട് നെതർലൻഡ് ഗോൾ കീപ്പർ ജാസ്പർ സിലസിന്റെ വിരലുകളിലുരുമി വലയിലേക്ക് വീണതോടെ ആതിഥേയരായ പോർച്ചുഗൽ മുന്നിലെത്തി. ഈ ഗോളിന്റെ കരുത്തിൽ പ്രഥമ യുവേഫ നേഷൻസ് ലീഗ് ചാമ്പ്യന്മാരായി പറങ്കിപ്പടമാറി. 3 ഗോളുകളുമായി ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് ടോപ്പ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ട് നേടിയത്. ബെർണാഡോ സിൽവ ടൂർണമെന്റിന്റെ താരവുമായി. സ്വന്തം കാണികൾക്ക് മുന്നിൽ ഈ കിരീടം നേടാനായത് വലിയ ബഹുമതിയായാണ് കാണുന്നത് എന്നാണ് ക്രിസ്ത്യാനോ അന്ന് മത്സരശേഷം പറഞ്ഞത്. പിന്നീട് 2021 മിലാനിൽ വെച്ച് നടന്ന ഫൈനലിൽ കരുത്തരായ സ്പാനിഷ് പടയെ 1-2 ഗോളുകൾക്ക് വീഴ്ത്തി ഫ്രാൻസ് കിരീടത്തിൽ മുത്തമിട്ടു. 2023 റോട്ടർഡാമിൽ വെച്ച് നടന്ന നേഷൻസ് ലീഗ് ഫൈനലിൽ സ്പെയിനിന് പരമാവധി വെല്ലുവിളി ഉയർത്തിയാണ് ലൂക്ക മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യ തോൽവി സമ്മതിച്ചത്. നിശ്ചിത സമയത്ത് ക്രൊയേഷ്യയും സ്പെയിനും ഗോൾ രഹിത സമനില പാലിച്ചതോടെ മത്സരം അധിക സമയത്തേക്കും പിന്നീട് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടു. ഷൂട്ടൌട്ടിൽ 5-4 ജയം നേടി സ്പാനിഷ് ടീം ചാമ്പ്യന്മാരായി.